വളർത്തുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിലും എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷേ ലാസ്റ്റ് പോകുന്ന സമയത്ത് നൂറിനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ചില്ലേ പോയത്, ഉമ്മ കൊടുത്തിട്ട്. പക്ഷേ അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അവർ പറഞ്ഞല്ലോ എന്താ വീട്ടിൽ കയറണ്ട, സിറ്റ് ഔട്ടിൽ നിന്നാൽ മതി എന്നൊക്കെ സംഭവം പറഞ്ഞു. അതിനോട് യോജിക്കുന്നില്ല. കാരണം സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ട ആൾക്കാരല്ല. എൻ്റെ അഭിപ്രായം അവിടെ ലക്ഷ്മി വീട്ടിലെ പോകരുതെന്നാണ്. അതിനുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഈ നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെതിരെ പറയുമ്പോൾ ആൾക്കാർക്ക് സ്വീകാര്യത പൊതുസമയ സ്ഥലത്ത് സ്വീകാര്യത കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. ഒരു ഈ LGBTQ+ ഒരു കമ്മ്യൂണിറ്റിനെ പറയുമ്പോൾ എതിരെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അത് കുറച്ചുകൂടി ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. എനിക്കറിയില്ല അത് എന്താണെന്നുള്ളത്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 2 പേര് ബിഗ് ബോസിൽ പോയി. അവിടെ ഒരു ജെൻഡർ അല്ല കാണുന്നത്, ഒരു സ്നേഹബന്ധമാണ് കാണുന്നത്. അവർ ഒരു ലവ്, അതൊരു ആൺ പെൺ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ അത് ജനങ്ങൾ കാണുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കമന്റ് ബോക്സിൽ കാണുന്ന നല്ല കമന്റ് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ഈവൻ ഇപ്പോൾ എൻ്റെ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾ എല്ലാവരും പറയുന്നത് കോൽക്കളി, ചാന്തുമുട്ടി, 9 അങ്ങനെ പല കമന്റുകളാണ്. അതേപോലെ ഒരു കമന്റ്സ് തന്നെയായിരുന്നു അവരെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂമ്പാറ്റകൾ, സുന്ദരികൾ, ലുക്കിലേക്ക് ആലിയ ഭട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറേ കമന്റ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം പേഴ്സണലി. കേരളത്തിലെ ആൾക്കാർ മെസ്സേജ് കമന്റ് അടിക്കുന്നത് വെച്ചാൽ ഇവർ എത്രയും പെട്ടെന്ന് പിരിയണം, അല്ലെങ്കിൽ ഇവർ പിരിയാൻ പോകുന്നു. സന്തോഷമില്ല. കാരണം അവര് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്ത് വന്ന 2 വ്യക്തികളാണ്. ഇവൻ ND ആഷിനെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന വ്യക്തികൾ ഒരിക്കലും പിരിയില്ല. പിന്നെ നമ്മുടെ ഒരു എല്ലാവരും നോക്കി കാണുന്നത് ഇവരെ പല കാര്യങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ലൈഫിൽ സ്നേഹം എന്നൊരു വലിയ ഒരു സംഭവമുണ്ട്. അല്ലാണ്ട് നമ്മുടെ ലൈഫിൽ സെക്സ് എല്ലാം വലുത്, അത് കുഞ്ഞ ഒരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന കാണുന്നത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ സ്നേഹബന്ധം നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ബിഗ് ബോസിൽ, നമ്മളും കാണുന്നുണ്ട്. കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ലൈക്ക് ഐ ലവ് മൈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിനെസ് ആണ് കാണുന്നത്.